നമസ്കാരം. ഓപ്പൺ ഔട്ടിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്ററിൻ്റെ പേര് പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്ന സമയത്ത് 3 ഏരിയകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത്. ആ ഏരിയകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം പൊതുഭരണം. പൊതുഭരണം എന്ന് പറയുന്നത് വളരെ ചെറിയ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ മാർക്കും ഇതിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പൊതുഭരണം. ആദ്യം തന്നെ ഞാൻ പൊതുഭരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ കുറച്ച് പോയിന്റുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പൊതുഭരണം ആദ്യം തന്നെ ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ്. എക്സാമിന് ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുഭരണം ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളെയും ക്രിയാത്മകമായി അഥവാ വളരെ എഫക്റ്റീവായി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? പൊതുഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പൊതുഭരണം? ദി എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ആൻഡ് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പം 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്തായാലും നിർബന്ധമായിട്ടും ഓരോരുത്തരും പഠിച്ചിരിക്കണം. ഇനി അതേപോലെ തന്നെ ഈ ഭാഗത്തു നിന്നുള്ള അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ആണ് അഥവാ പ്രാധാന്യം. എന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം? 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. 4 പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങളാണുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോർമുലേറ്റ് ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രാധാന്യം. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് എൻഷുർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ മൂന്നാമത്തത് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ജനങ്ങൾക്ക് എന്തൊക്കെ സാധ്യമാക്കുക? പ്രൊവൈഡ് ചെയ്യുക. സേവനങ്ങളും അതേപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യം തന്നെയാണ്. അടുത്ത 4-മതായിട്ടുള്ളത് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു ദി പബ്ലിക് ഇഷ്യൂസ്. പൊതു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഈ 4 പ്രധാനപ്പെട്ട പ്രാധാന്യമാണ് എന്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുഭരണത്തിന്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, പൊതുഭരണം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് പൊതുഭരണം? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതേപോലെ തന്നെ എന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം? ഇതാണ്. അതേപോലെ തന്നെ ഒരു പോയിന്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും പൊതുഭരണത്തിൽ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 വേർഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ കണ്ടുവന്നിട്ടില്ല ക്വസ്റ്റ്യൻസ്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. എന്തായിരുന്നു ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പൊതുഭരണത്തിലേക്ക് ഗാന്ധിജി വിഭാവനം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്? ഗാന്ധിജിയുടെ കാഴ്ചപ്പാടായിരുന്നു ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓർത്തിരിക്കുക, ഗ്രാമസ്വരാജ് കോൺട്രിബ്യൂട്ടഡ് ബൈ മഹാത്മാഗാന്ധി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പൊതുഭരണം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 2-മത്തെ ഭാഗം. ആദ്യത്തെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പൊതുഭരണം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. 2-മതായിട്ടുള്ളത് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഏരിയ ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം. ആദ്യം തന്നെ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷനും ടെക്സ്റ്റ് ബുക്കിൽ അതേ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദം അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം? പ്രധാനമായിട്ടും ഈ ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഇത്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചതാണ്. 4 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇത്. വാട്ട് വാസ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദി ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറാർക്കിക്കൽ ഓർഗനൈസേഷൻ. ശ്രേണീപരമായ സംഘാടനം എന്നാണ്. ഏറ്റവും ഉന്നതിയിൽ ഒരു ഉദ്യോഗസ്ഥനും
താഴെത്തട്ടിലേക്ക് വരുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും ഹെഡിലുണ്ടാവുന്നത് ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. താഴെത്തട്ടിലേക്ക് വരുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറാർക്കിക്കൽ ഓർഗനൈസേഷൻ. ഓർത്തിരിക്കുക, ഒരു ഹെയറാർക്കിയുടെ ഷേപ്പിലാണ് പ്രധാനമായിട്ടും അത് നിലകൊള്ളുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻസ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് പെർമനൻസ് എന്ന് പറയുന്നത്, അഥവാ സ്ഥിരത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരതയുള്ളതായിരിക്കും. ഒരു നിശ്ചിത റിട്ടയർമെൻറ്റ് ഏജ് വരെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതും ബ്യൂറോക്രസിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. അടുത്തതായിട്ടുള്ളത് ദി അപ്പോയിൻമെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ ആണ്. പ്രധാനമായിട്ടും യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും നിയമിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. മറ്റുള്ള മേഖലയെ പോലെയല്ല, പ്രധാനമായിട്ടും ആ വ്യക്തിയുടെ, ഒരു ഓഫീസറെ നിയമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമനം നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയ നിഷ്പക്ഷതയായിരിക്കും. ഒരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ തൻ്റെ മുമ്പിൽ വരുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി, മതവിഭാഗത്തിലും എല്ലാ ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷേ അതൊന്നും അവിടെ ബാധിക്കരുത്. രാഷ്ട്രീയ നിഷ്പക്ഷതയോട് കൂടിയിട്ടായിരിക്കണം തൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾക്കുള്ള സേവനങ്ങൾ ഇദ്ദേഹം ലഭ്യമാക്കി കൊടുക്കുവാൻ വേണ്ടി. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അടുത്തതായിട്ട് പ്രൊഫഷണലിസം അഥവാ തൊഴിൽ വൈദഗ്ധ്യം. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെങ്കിൽ ആ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് ഒരു പ്രൊഫഷണലിസം അഥവാ ഒരു നൈപുണ്യം അഥവാ ആ തൊഴിൽ ചെയ്യുവാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും ഈ 5 പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏത് മേഖലയിൽ പറയേണ്ടതുള്ളത്? പ്രധാനമായിട്ടും ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ബ്യൂറോക്രസിയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു ജനറലായിട്ട് ബ്യൂറോക്രസിയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഇന്ത്യയിലെ ബ്യൂറോക്രസിയെ കുറിച്ചാണ് നമ്മൾ പറയാനുള്ളത്. ഇന്ത്യയിലെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് എന്ന് മുതലാണോ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് സംവിധാനം രൂപപ്പെട്ടു വന്നത് അന്ന് മുതൽക്ക് തന്നെ എന്തും നിലവിലുണ്ടാവും? ഒരു ഉദ്യോഗസ്ഥ സംവിധാനവും ഉണ്ടാവും. പുരാതന കാലഘട്ടം മുതൽക്കേ ആ രീതിയിൽ ഉണ്ടാവും. പക്ഷേ ഇന്നത്തിൽ നിന്നും എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കുമെന്ന് സാരം. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആഫ്റ്റർ ദി അഡ്വെൻറ്റ് ഓഫ് ദി ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ വരവോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാവുന്നതാണ്. പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ഇന്ത്യയിലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ആരംഭിച്ചത്. പ്രധാനമായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 ഭാഗങ്ങളായിട്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയും. രണ്ടാമത്തേത് സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ് എന്ന് പറയും. മൂന്നാമത്തേത് സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് എന്ന് പറയും. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ചാപ്റ്ററിൽ. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 3-4 മാർക്കിന് വരെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ, 1 വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ ഓരോന്നിനെ കുറിച്ചും ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു 4 മാർക്കിന് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച്. അപ്പം എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്നുള്ളത് മനസ്സിലാക്കാം. എന്താണ് ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്? വളരെ സിമ്പിളാണിത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്യുന്നതും, ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി.
പ്രധാനമായിട്ടും ഇതിൽ ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്, അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, തെരഞ്ഞെടുക്കപ്പെടുന്നത് ദേശീയ അടിസ്ഥാനത്തിലാണ്. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു എക്സാം നടത്തി എന്നിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. അങ്ങനെ ദേശീയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിയമിക്കുന്നത് ഒന്നെങ്കിൽ കേന്ദ്ര സർവീസിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലേക്കോ അഥവാ സ്റ്റേറ്റ് സർവീസിലേക്കോ ആയിരിക്കും. ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എയ്തർ ദർ അപ്പോയിന്റഡ് ടു ഏതിലേക്കായിരിക്കും? എയ്തർ സ്റ്റേറ്റ് ഓർ സെൻട്രൽ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതാണ് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് ഓർക്കാനുള്ളത്. ഓർത്തിരിക്കുക. റിക്രൂട്ട്മെന്റ് നടത്തുന്നതും അപ്പോയിന്റ്മെന്റ് നടത്തുന്നതും. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലാണ്, അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട്, അഥവാ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ എന്ന് നമുക്ക് പറയാം. ഇനി നേരെ സെൻട്രൽ സർവീസിലേക്ക്, കേന്ദ്ര സർവീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് എവിടേക്കായിരിക്കും? തെരഞ്ഞെടുക്കപ്പെടുന്നത് പ്രധാനമായിട്ടും ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും, അഥവാ നാഷണൽ ലെവലിൽ തന്നെയായിരിക്കും. അതേപോലെ തന്നെ അപ്പോയിന്റ് ചെയ്യുന്നതും ഓൾസോ അറ്റ് നാഷണൽ ലെവൽ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ദേശീയ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കേന്ദ്ര സർവീസിലേക്ക് മാത്രമായിരിക്കും ഈ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത്, അല്ലാതെ സംസ്ഥാന തലത്തിലേക്ക് നിയമിക്കില്ല എന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുക്കപ്പെടുന്നതും നിയമിക്കപ്പെടുന്നതും എല്ലാം തന്നെ സംസ്ഥാന തലത്തിൽ മാത്രമായിരിക്കും. ഒരിക്കൽ കൂടി പറയാണ്, ഓൾ ഇന്ത്യ സർവീസിലേക്ക് ദേശീയ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത്, നിയമിക്കപ്പെടുന്നത് സംസ്ഥാന തലത്തിലേക്കും അതേപോലെ തന്നെ കേന്ദ്ര സർവീസിലേക്കും ആയിരിക്കും. ഇവിടെയാണെങ്കിലോ സെൻട്രൽ സർവീസിലാണെങ്കിലോ തെരഞ്ഞെടുക്കപ്പെടുന്നതും നിയമിക്കപ്പെടുന്നതും എല്ലാം തന്നെ കേന്ദ്ര സർവീസിലേക്കും ദേശീയ അടിസ്ഥാനത്തിലും മാത്രമായിരിക്കും. സ്റ്റേറ്റ് സർവീസിലാണെങ്കിൽ സംസ്ഥാന തലത്തിലായിരിക്കും ഈ രണ്ട് പ്രോസസ്സും നടക്കുന്നത്. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ള ചില എക്സാമ്പിൾ. ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് IAS പറയാം. ഒരു കളക്ടർ എന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിലാണ് എക്സാം നടക്കുന്നത്, പക്ഷെ അവരെ നിയമിക്കുന്നത് ഒന്നെങ്കിൽ കേന്ദ്ര സർവീസിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്കോ ആണ്. IAS നമുക്ക് പറയാം. അതേപോലെ തന്നെ IPS പറയാം. ഇനി അതേപോലെ തന്നെ സെൻട്രൽ സർവീസ് നമുക്ക് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ് നമുക്ക് പറയാവുന്നതാണ്. ഓരോ അംബാസിഡർമാരായിട്ട് ഓരോ രാജ്യത്തും നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ, അത് സെൻട്രൽ സർവീസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റെയിൽവേ, അതൊരു സെൻട്രൽ സർവീസാണ്, നമുക്ക് പറയാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന തലങ്ങളിൽ നമുക്കറിയാം ധാരാളം മേഖലകളുണ്ട് സംസ്ഥാന തലങ്ങളിൽ. അതേപോലെ തന്നെ ഓരോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ ടാക്സ് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നിയോഗിക്കപ്പെടുന്ന സ്റ്റേറ്റ് സർവീസ്. ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് നോക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ഏരിയയിൽ അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി എന്ന് പറയുന്ന കാര്യം രണ്ട് ടേംസും കൂടി പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് UPSC ആൻഡ് PSC, ഈ രണ്ട് ബോഡിയെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ആദ്യം തന്നെ നമുക്ക് UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. അഥവാ കേന്ദ്ര തലത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? UPSC എന്ന് പറയുന്നത്. ഇത് ദേശീയ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരൊറ്റൊന്ന് മാത്രമേ ഉണ്ടാവൂ. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു ചെയർമാനും ഏകദേശം 10ഓളം അംഗങ്ങളുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രധാനമായും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദി ചെയർമാൻ ഓഫ് ദി UPSC അപ്പോയിന്റഡ് ബൈ അവർ പ്രസിഡന്റ്. നമ്മുടെ രാഷ്ട്രപതിയാണ് പ്രധാനമായിട്ടും. ഇത് ദേശീയ അടിസ്ഥാനത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, UPSC ചെയർമാനെ നിയോഗിക്കപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രിയല്ല. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. പ്രൈം മിനിസ്റ്റർ അല്ല ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? UPSC ചെയർമാനെ. UPSC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ബൈ അവർ പ്രസിഡന്റ് ആണ്. നമ്മുടെ രാഷ്ട്രപതിയാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ്. ഇതാണ് UPSCയെ കുറിച്ച് ഓർക്കാനുള്ളത്. ഇനി അതേപോലെ തന്നെ നേരെ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും നിയോഗിക്കപ്പെട്ടതാണ്. ഓരോ സംസ്ഥാന സർവീസിലേക്കും ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, റിക്രൂട്ട്മെന്റ് നടത്തുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ് PSC എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം കേരളത്തിൽ KPSC എന്നാണ് പറയുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കർണാടകയിലും KPSC, കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇങ്ങനെ ഓരോ സംസ്ഥാന തലങ്ങളിലുമുണ്ട് PSC എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ PSCക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെയർമാനും ബാക്കി വരുന്ന കുറച്ച് മെമ്പേഴ്സും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ചെയർമാനെ പ്രധാനമായിട്ടും നിയമിക്കുന്നത് ആരാണ്?
കേന്ദ്രത്തിലാണെങ്കിൽ UPSC ആണെങ്കിൽ പ്രസിഡന്റ്, അതേ റോൾ സംസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഗവർണറാണ് ആരെ നിയോഗിക്കപ്പെടുന്നത്? PSC ചെയർമാനെ നിയോഗിക്കപ്പെടുന്നത്. ഓർത്തിരിക്കുക, മുഖ്യമന്ത്രിയല്ല. ബ്രാക്കറ്റിൽ ഇങ്ങനെ ചീഫ് മിനിസ്റ്റർ, ഗവർണർ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും PSCയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് ബ്യൂറോക്രസി എന്ന് നമ്മൾ പറഞ്ഞു. ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ 5 എണ്ണം പറഞ്ഞു. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ബ്യൂറോക്രസിയെ കുറിച്ചാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ബ്യൂറോക്രസിയെ നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസ് അതിൻ്റെ ഒരു ഭാഗമാണ്. 3 ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് UPSC, എന്താണ് PSC എന്ന്. ഇനി നമ്മൾ 3ാമത്തെ ഏരിയയിലേക്കാണ് പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ, അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അഥവാ ഭരണ നവീകരണം എന്ന് പറയുന്ന ഭാഗമാണ്. അതിന് എന്താണ് ഭരണ നവീകരണം? ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ഓർത്താൽ മതി. നമ്മൾക്ക് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അന്നുള്ള സാഹചര്യമല്ല ഇന്ന് 2021 നോക്കുമ്പോൾ. ധാരാളം പരിഷ്കരണങ്ങൾ, ഭരണമേഖലയിൽ ധാരാളം നവീകരണങ്ങൾ, ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ മാറ്റങ്ങളെയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ മാറ്റങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമതയോടുകൂടി, വളരെ എഫിഷ്യൻസി ആയിട്ട് ജനങ്ങൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ സമയബന്ധിതമായിട്ട് ഒരു ടൈം ബൗണ്ടായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭരണമേഖലയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഭരണ നവീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം ഭരണ നവീകരണവുമായിട്ട് ധാരാളം സ്റ്റെപ്സുകൾ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്, ധാരാളം പ്രോഗ്രാംസുകൾ. പക്ഷേ നമ്മളെ ഫോക്കസ് ഏരിയ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. പ്രധാനമായിട്ടും ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവേണൻസ് ആണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചോദിച്ചിട്ടുണ്ട്? ഈ ചാപ്റ്ററിൽ നിന്നും ഗവേണൻസിനെ കുറിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നു. 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പൊതുവെ ചോദിക്കാറുള്ളത്. എന്താണ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the electronic technology used in the administrative system. ഭരണമേഖലയിലേക്ക് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ. എന്താണ് ഗവേണൻസ്? 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. പക്ഷേ ഒരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാൻ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ടും ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ്. അങ്ങനെ പറഞ്ഞു എഴുതണം. അതേപോലെ തന്നെ എന്താണ് ഗവേണൻസ്? ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെ ഭരണമേഖലയിലേക്ക് കൊണ്ടുവന്നതിനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗവേണൻസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ നമുക്ക് പറയാവുന്നതാണ്. എന്താണ് എക്സാമ്പിൾ? ഒന്ന്, നമ്മൾ സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം. നമ്മൾ +1 അഡ്മിഷൻ നടത്തുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് എവിടെയെങ്കിലും പോയി കണ്ട് എന്ത് ചെയ്താൽ മതി? ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. നമുക്കിഷ്ടമുള്ള സ്കൂളുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഏതൊരു ബാങ്കിങ് സിസ്റ്റം, ഏതൊരു ഓഫീസിലേക്ക് നമ്മളിപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരു ഓൺലൈൻ്റെ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലടിക്കാൻ പറ്റുന്നുണ്ട് വീട്ടിലിരുന്നു കൊണ്ട്. ഇതൊക്കെ തന്നെ ഏതിൻ്റെ ഭാഗമാണ്? നമ്മുടെ ഗവേണൻസിൻ്റെ ഭാഗം. അപ്പം അതാണ് ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓർത്തിരിക്കുക. എന്നിട്ട് എക്സാമ്പിൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാവുന്നതാണ്? ഒന്ന്, സിംഗിൾ വിൻഡോ സിസ്റ്റം അഥവാ ഏകജാലക സംവിധാനം. അതേപോലെ തന്നെ മറ്റൊന്ന് ബാങ്കിങ് സിസ്റ്റം ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി പ്രധാനമായിട്ടും എഴുതേണ്ടത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, എന്തൊക്കെ നേട്ടങ്ങളാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. പ്രധാനമായിട്ടും ഒന്ന്, ദ ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ അറിയും എന്നുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സാധ്യമാകുന്നതാണ്? ഈ പറയപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ സർവീസുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്.
ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. കൂടുതൽ നമ്മൾ യാത്ര ചെയ്ത് ഗവൺമെൻറ് ഓഫീസുകളിലേക്കൊന്നും പോകേണ്ട, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ അറിയുമെങ്കിൽ, IT അഥവാ ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് നോട്ട് വെയിറ്റ് ഇൻ ദി ഗവൺമെൻറ് ഓഫീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് ഓഫീസുകൾ നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കളൊക്കെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ തന്നെ ഏതൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങണം. പക്ഷേ ഇപ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത്, ദ സർവീസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് ലെസ് എക്സ്പെൻസീവ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവന എന്ന് പറയുന്ന സൈറ്റിൽ കയറി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ മാതാവിൻ്റെ പേരും അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഡെസ്ക് ടോപ്പിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, വളരെ വേഗത്തിലും കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് ഓഫീസുകളിൽ പോവേണ്ട ചിലവുമില്ല. അതാണ് പറയുന്നത് എന്താണ്, സർവീസ് ഓഫർ ചെയ്യുന്നത് വളരെ വേഗത്തിലുമാണ്, അതേപോലെ തന്നെ കുറഞ്ഞ ചിലവിലുമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന്, ദി എഫിഷ്യൻസി ഓഫ് ദി ഓഫീസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. നമുക്ക് കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ രീതിയിലൂടെ കിട്ടുന്ന വിവരണങ്ങളെല്ലാം തന്നെ വളരെ എഫിഷ്യൻസി ആയിരിക്കും, അഥവാ കാര്യക്ഷമതയുള്ളതുമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും വളരെ കൂടുതലായിരിക്കും. അതിൽ എറർ വരാനുള്ള സാധ്യതയൊക്കെ തന്നെ വളരെ കുറവാണ്. ഇപ്പം ഒരാൾ എഴുതുകയാണെങ്കിൽ അതിൽ അക്ഷര മിസ്റ്റേക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അതൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അതാണ് അതിൻ്റെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ തന്നെ വളരെ കൂടുതലാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ്. ഈ ബെനിഫിറ്റ്സുകളെല്ലാം തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്കിങ്ങനെ ഓർത്താൽ മാത്രം മതി. അപ്പം ഇതാണ് ഇ ഗവേണൻസ്. ഇനി അതേപോലെ തന്നെ ഒരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അക്ഷയ സെൻറ്റേഴ്സ്. എന്താണ് അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എല്ലാ മേഖലയിലും ഇ ഗവേണൻസിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളും ഇ ഗവേണൻസിൻ്റെ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ ഇലക്ട്രോണിക്സ് ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ ആളുകൾക്കൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ചിലപ്പോൾ എന്നില്ല ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ തന്നെ വളരെ കുറവായിരിക്കും. പക്ഷേ ഗവൺമെൻറ് ഈ മേഖലയിലേക്ക് പോകുമ്പോൾ എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ നേട്ടം അവർക്ക് ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ നേട്ടം കൈവരിക അല്ലെങ്കിൽ ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ തുടക്കം കുറിച്ച ഒരു സംവിധാനമാണ് അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർത്തിരിക്കുക, അക്ഷയ സെൻറ്റേഴ്സ് പറഞ്ഞാൽ ഇ ഗവേണൻസിന് ഉദാഹരണം എന്ന രീതിയിൽ എഴുതി വെക്കരുത്. ഇ ഗവേണൻസ് ജനങ്ങളുടെ ഇടയിലേക്ക് പോപ്പുലറൈസ് ചെയ്യുന്നതിനും എല്ലാ സർവീസുകളും ഗവൺമെൻറ്റിൻ്റെ സർവീസുകളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇ ഗവേണൻസിനെ കുറിച്ച് പറയാൻ വളരെ സിമ്പിളാണ്. ഇ ഗവേണൻസ് ഇത് 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിലാണ് ഇത് എഴുതേണ്ടത്. എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇ ഗവേണൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്കിൻ്റെ ഭാഗം നോക്കുക, എന്നിട്ട് 1 മാർക്കിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസിൽ എഴുതി വെക്കുക. അതല്ല 4 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ ഈ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തുടക്കം കുറിച്ചതാണ് ഇ ഗവേണൻസ്. ഈ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് എഴുതുക. അതിൻ്റെ ഭാഗമായി കേരള സർക്കാർ തുടക്കം കുറിച്ച ഒരു സംവിധാനമാണ് അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൊതുഭരണം എന്ന് പറയുന്ന ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുഭരണം എന്ന് പറയും. ഇപ്പം നമ്മൾ 3 ഏരിയകളായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് പൊതുഭരണം, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചാണ്. വളരെ വിശദമായിട്ട് അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അഥവാ ഭരണ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇ ഗവേണൻസ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കുന്ന സമയത്ത് ഏകദേശം 17-18 മാർക്ക് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുണ്ട്. ഈ 3 ഏരിയകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും 1 മാർക്കും നഷ്ടപ്പെടില്ല എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാവുന്നതാണ്.